നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ഫീൽഡ് അസോസിയേറ്റഡ് യൂണിയൻ സംസ്ഥാന സമ്മേളനം ജനുവരി 25-ന് കണ്ണൂരിൽ നടക്കുമെന്ന് സംസ്ഥാന കോഓർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ അശോകൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9:30-ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 500-ലേറെ പേരുടെ പ്രകടനം ആരംഭിച്ച് 10 മണിക്ക് സി കണ്ണൻ സ്മാരക മന്ദിരത്തിൽ പ്രതിനിധി സമ്മേളനം തുടങ്ങും. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. 500 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. PACLന്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ നീതി നടപ്പിലാക്കാത്തതിനാൽ ഏജന്റുമാരും നിക്ഷേപകരും ആത്മഹത്യ മുനമ്പിലാണ്. 6 കോടി വരുന്നവർ വൻ പ്രതിസന്ധി നേരിടുകയാണ്. ചാലക്കുടിയിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീനിയും ഭാര്യയും ആത്മഹത്യ ചെയ്തു. ഏജന്റുമാർക്ക് പുറത്ത് ഇറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. സെബി പണം തിരിച്ചു നൽകണമെന്ന 2016 ഫെബ്രുവരി 2-ന് സുപ്രീം കോടതി വിധി നടപ്പിലാക്കുക, നിക്ഷേപങ്ങൾ തിരിച്ചു നൽകുക, കസ്റ്റമർ സർവീസ് സെന്ററുകളെ അടിസ്ഥാനമാക്കി നിക്ഷേപകരുടെ മുഴുവൻ ഡാറ്റാസും പ്രസിദ്ധീകരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ റീഫണ്ട് അപേക്ഷകൾ സ്വീകരിക്കുക എന്നീ കാര്യങ്ങളും സമ്മേളനം ചർച്ച ചെയ്യുമെന്ന് കെ അശോകൻ അറിയിച്ചു. കസ്റ്റമേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്തെങ്കിലും പ്രത്യേക ആവശ്യം, ഭവന നിർമ്മാണം, മകളുടെ കല്യാണം, കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയിട്ടുള്ളതായിരിക്കും. അത് വെച്ചുകൊണ്ട് ഡെപ്പോസിറ്റ് സ്വീകരിച്ചിട്ട് മച്യൂരിറ്റി എത്തിയിട്ടും കൊടുക്കാൻ കഴിയുന്നില്ല. കൊടുക്കാൻ കഴിയാത്തത് ഈ കമ്പനിയുടെ ആസ്തി ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് സെബി ഈ കാര്യത്തിൽ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ഒരു കാര്യവും ചെയ്തില്ല. ലോധ കമ്മിറ്റിയും കാര്യമായി ഒന്നും തന്നെ ചെയ്തിട്ട് ഇല്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്തൊരു സാഹചര്യം, പ്രത്യേകിച്ചും ഈ മേഖലയിൽ ഡെപ്പോസിറ്റ് കളക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചത് മഹാഭൂരിപക്ഷം സ്ത്രീകളാണ്. അവർക്ക് ഒരു സാമൂഹ്യ ചടങ്ങുകളിലും പങ്കെടുക്കാൻ കഴിയാത്ത ഏറ്റവും ദുരിതപൂർണമായ ഒരു സാഹചര്യമുണ്ടായി. അവരുടെ കുടുംബങ്ങളിൽ തന്നെ പ്രശ്നങ്ങളുണ്ടായി. അയൽവക്കക്കാരും ബന്ധുക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ വഷളായി. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, ഈ സമയം ദീർഘിച്ചു പോകും തോറും എന്താ ഉണ്ടായിട്ടുള്ളത്? ഡെപ്പോസിറ്റ് ചെയ്ത ആളും മരിച്ചു, അയാളുടെ നോമിനിയും മരിച്ചു. ഈ സ്ഥിതി തുടരുകയാണ്. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി ആർ രാധാകൃഷ്ണൻ, കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന സെക്രട്ടറി ജോയ് കൈതാരത്ത്, സ്വാഗത സംഘം ചെയർമാൻ ജയദേവ് വൈദ്യർ, ഷിബു കുഞ്ഞിരാമൻ, പി രവീന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.